SCRT ഒറ്റയ്ക്ക് വായിക്കാന്ന് പറഞ്ഞാൽ നല്ല മടിയുള്ള കാര്യമാണ് ല്ലേ? എന്നാൽ ഇനി ഒട്ടും മടി വേണ്ട. നമുക്ക് ഒരുമിച്ച് തന്നെ SCRT വായിച്ച് തീർക്കാം. കേരള PSCക്ക് മിക്ക ചോദ്യങ്ങളും കോപ്പി പേസ്റ്റ് ചെയ്തതുപോലെയാണ് SCRTയിൽ നിന്ന് വരുന്നത്. അത് നിങ്ങക്ക് അറിയാം ല്ലേ? അപ്പോ അത് വായിച്ച് തീർത്താൽ മാത്രമേ ക്വെഷൻ ഏത് രീതിയിൽ ഫ്രെയിം ചെയ്ത് വന്നാലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം SCRT വായിച്ച് തീർത്തതിന് ശേഷം അല്ലെങ്കിൽ SCRT വായിച്ചൊരു ധാരണയുണ്ടാക്കിയിട്ട് ആ ഭാഗത്തുനിന്ന് PYQ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ SCRT വായിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? എന്താണ് ഇവിടെ പറയുന്നത്? കാടുണർന്നപ്പോൾ ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന ഒരു പുസ്തകത്തിന്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡനവിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞടുത്ത വൃദ്ധൻ തന്റെ മഴുകൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണിവർ. ആര്? സാന്താളുകൾ. എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക്. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായിട്ടുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ബ്രിട്ടീഷുകാർ ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. ഇപ്പൊ സാന്താൾ ജനതയെ വല്ലാതെ ചൂഷണം ചെയ്തിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവും കാൻഹുവും ലെ ബ്രിട്ടീഷുകാർ ഇവരെ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. അപ്പോൾ ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന കലാപമാണ് ഇത് സാന്താൾ കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. പക്ഷെ ഈ പോരാട്ടത്തെ ആരടിച്ചമർച്ച ചെയ്തു? ബ്രിട്ടീഷുകാർ അടിച്ചമർച്ച ചെയ്തു. അതിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. ഈ പേര് നോക്കി വെച്ചോളൂ, സിദ്ധുവും കാൻഹുവും. അവര് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ്. ഇനി ഉൽ ഗുലാൻ എന്താണ് ഇവിടെ? സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഏത്? ഉൽ ഗുലാൻ. ഓക്കെ, ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം. ഓക്കെ, ഉൽ ഗുലാൻ ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. മുണ്ട കലാപം ഈക്വൽ ടു ഉൽ ഗുലാൻ. ഓക്കെ അല്ലേ? ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ മുണ്ട കലാപത്തിന് അല്ലെങ്കിൽ ഉൽ ഗുലാൻ ഗോത്ര കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബിർസ മുണ്ട. ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഓക്കെ അല്ലേ? പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക
ചൂഷണം. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുകാരുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. ഈ മുണ്ട കലാപം കൂടാതെ കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി ഗോത്ര കലാപങ്ങളുണ്ട്. അതേതൊക്കെയാണ്? കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം. ഓക്കെ അല്ലെ? പിന്നെ മുണ്ട കലാപവും നമ്മൾ കണ്ടു, സാന്താൾ കലാപവും കണ്ടു. ഇദ്ദേഹമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ബിർസ മുണ്ടയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിർസ മുണ്ട. ബിർസ മുണ്ടയെ പറ്റി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. ഓക്കെ, 2021 തൊട്ട് നവംബർ 15 എന്ന് പറയുന്നത് എന്താണ്? ജൻജാതീയ ഗൗരവ് ദിവസ് ആണ്, അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമാണ്. കാരണം എന്താണ്? ബിർസ മുണ്ടയുടെ ജന്മദിനം. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആര്? ബിർസ മുണ്ട. ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പെഹലെ ഗാന്ധി. ഗാന്ധി സേ പെഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്ന കൃതി രചിച്ചത് ആരാണ്? മഹാശ്വേതാ ദേവി. ആരെക്കുറിച്ചാണത്? ബിർസ മുണ്ടയെ കുറിച്ചാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരാണ് ആര്? പോളിഗർമാർ. പോളിഗർ എന്ന് പറഞ്ഞാൽ പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മന് ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാർ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. ഓക്കെ, അപ്പോൾ വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച സൈനികരാണ്. ഓക്കെ അല്ലേ? ഇനിയോ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം മിക്ക പരീക്ഷയ്ക്കും വരുന്നതാണ്. എന്താണ് ആറ്റിങ്ങൽ കലാപം? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഏത് കൊല്ലം? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകും എന്ന് ആര് കരുതിയില്ല? ആരാണ് വിചാരിക്കാതിരുന്നത്?
ആ നാട്ടുപ്രമാണിമാർ വിചാരിച്ചു. അതിനെ ഭയന്നതുകൊണ്ട് ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഓക്കെ അല്ലെ? ഈ സംഘത്തെ വർഗ, വർണ്ണ, ജാതി, മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ സംഘടിത കലാപമായി മാറിയത്. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ഏത് ആറ്റിങ്ങൽ കലാപം. ഇത് ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണി ക്ക് നൽകിയ പാരിതോഷികങ്ങൾ നൽകുന്ന പതിവുണ്ടായിരുന്നു. അത് നാട്ടുപ്രമാണിമാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും ബ്രിട്ടീഷുകാർ ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഇത് ജാതി, വർഗ, വർണ്ണ, മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. അങ്ങനെയാണ് ഈ കലാപം നടക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് വെല്ലൂർ കലാപ സ്മാരകം. കണ്ടോ? വെല്ലൂർ കലാപ സ്മാരകത്തിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് വെല്ലൂർ കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാർ അവരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. ഓക്കെ, 1806 വെല്ലൂർ കലാപം നടക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണത് നോക്കിയാലോ? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. കിട്ടൂർ റാണി ചെന്നമ്മ മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അല്ലെ, ദത്താവകാശ നിരോധന നിയമം. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇത് ഒരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. ഇത്രയും കണ്ട് നിങ്ങൾക്ക് വ്യക്തമായി ഒരുമിച്ച് നമ്മൾ വായിച്ചു. ആ വായിച്ചതിൽ വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് വേണ്ടപ്പെട്ടവർക്ക്, ഇത് പഠിക്കാൻ ഉപകാരമാകും എന്നുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്